ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓപ്പോയുടെ അടുത്തൊരു എ സീരീസിലെ ഫോണിനെ കുറിച്ചാണ്. രണ്ട് എ സീരീസിൽപ്പെട്ട ഫോണുകൾ ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞു. 4 ഫോണുകളാണ് എ സീരീസിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിൽപ്പെട്ട വേറൊരു ഫോണിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓപ്പോ A31 എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. ഇനി A12 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലും കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടി ചെയ്യുന്നതാണ്. ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണും കൂടിയാണിത്. നല്ല ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളുടെ വീഡിയോസ് അടുത്ത വീഡിയോയിൽ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. സാംസങ്ങും വാണറും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബ്രാൻഡിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഓപ്പോ A31 എന്ന് പറയുന്ന ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന ഫോണിൻ്റെ ബോക്സ്. എൻ്റെ കയ്യിൽ വരുന്ന ഒരു വേരിയൻറ്റ് 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളൊരു മൈസ്റ്ററി ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് എല്ലാ ഓപ്പോൻ്റെ ബോക്സും ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ബോക്സാണ് വരുന്നത്. അതിൽ സിലിക്കോൺ കവറും പിന്നെ ഒരു സിം എജക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളുമാണ് വരുന്നത്. പിന്നെ ബോക്സിലുള്ളത് ഒരു ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു മൈക്രോ USB ചാർജിങ് കേബിളും പിന്നെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയർഫോണുമാണ് ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഇത് പിന്നെ 2 വേരിയന്റിലായിട്ടാണ് അവൈലബിൾ ആവുന്നത്. 4GB and 64GB അതുപോലെ തന്നെ 4GB and 128GB. ഇനി ഫസ്റ്റ് തന്നെ ഇതിനൊരു പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 4GB and 64GBക്ക് 649 dirhams ആണ്. അതുപോലെ 4GB and 64GBക്ക് ഇന്ത്യയിൽ വരുന്നത് 11,490 രൂപയാണ്. ഇനി 4GB and 128GBക്ക് UAE വരുന്നത് 699 dirhams ആണ്. അതുപോലെ തന്നെ 4GB and 128GBക്ക് ഇന്ത്യയിൽ വരുന്നത് 15,990 രൂപയുമാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD Infinity V ഡിസ്പ്ലേ ആണ് വരുന്നത്. 1600x720 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ ഇതിൽ ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. ഈ ഒരു റേഞ്ച് ഫോണിൽ നമുക്ക് വേറെ ഏതൊരു ബ്രാൻഡിൽ എടുത്താലും ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ ഈ ഒരു ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. 270 PPA ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും വരുന്നത്. അതുപോലെ തന്നെ 480 നെക്സ് ആണ് ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസും കിട്ടുന്നത്. 89% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അതുപോലെ എല്ലാ ഓപ്പോയിലും വരുന്ന പോലെ തന്നെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 9.0യും അതുപോലെ തന്നെ ഓപ്പോന്റെ കളർ OS ആയ 6.1ഉമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഈ ആൻഡ്രോയിഡ് 9.0 എന്നുള്ളത് ചിലപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇനി CPU ആണെങ്കിൽ മീഡിയാടെക്കിന്റെ Helio P35 എന്ന് പറയുന്ന ഒരു ഒക്ടാ കോർ പ്രൊസസ്സറുമാണ് വരുന്നത്. ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറൊക്കെ തന്നെയാണ്. പവർ VR GE8320 എന്ന് പറയുന്ന ഒരു GPUമാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ 4230 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടല്ല, ഇതിൽ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് വരുന്നത്. നിങ്ങൾക്കറിയാം ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള Y8S എന്ന് പറയുന്ന മോഡലിലൊക്കെ നമുക്ക് ഇതേപോലെ ഒരു പ്രോബ്ലം തന്നെയാണ് വന്നിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിങ് അതിൽ സപ്പോർട്ട് ആണ്, പക്ഷേ എന്നാലും Type-C ചാർജിങ് പോർട്ടിൽ കണക്ട് ചെയ്യുന്ന അത്ര സ്പീഡിൽ ചാർജ് സപ്പോർട്ട് ആകുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഫോൺ ഇറങ്ങുക എന്നുള്ളത് കുറച്ച് കുറവായിട്ടെന്ന് പറയാം. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിലൊക്കെ നമുക്ക് Type-C ചാർജിങ് പോർട്ടാണ് കിട്ടുന്നത്. ഇനി ഇത് ഒറ്റ പ്രാവശ്യം ചാർജ് ചെയ്യുകയാണെങ്കിൽ കമ്പനി പറയുന്നത് 45 മണിക്കൂർ വരെ നമുക്ക് കോൾ ചെയ്യാനും അതുപോലെ തന്നെ 33 മണിക്കൂർ വരെ വീഡിയോ കോൾ ചെയ്യാനും 35 മണിക്കൂർ വരെ ഓഡിയോ കേൾക്കാനും അതുപോലെ തന്നെ 8 മണിക്കൂർ വരെ നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണാനും സാധിക്കും എന്നാണ്. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ അതേ ഒരു ഡിസൈൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഓപ്പോ Reno 3 Proയിലും ഓപ്പോ Reno 3യിലൊക്കെ കണ്ടിട്ടുള്ള അതേ സെയിം ഒരു ഡിസൈനും അതുപോലെ തന്നെ ഒരു ക്യാമറ ഒക്കെ കൊടുത്തിട്ടുള്ള സെയിമാണ്. ബാക്ക് സൈഡ് ഒരു ഗ്ലാസ് രൂപത്തിലൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. എന്നാൽ ഇത് വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതിൽ പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഫിംഗറൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഉള്ളത്. പിന്നെ ബാക്കിൽ ഇത് കൂടാതെ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ 3 ക്യാമറ ആണ് വരുന്നത്. അതിൽ മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത് 12 മെഗാപിക്സലിലെ ഒരു f1.8 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു വൈഡ് ക്യാമറ ആണ്. ഇനി ഓൾമോസ്റ്റ് ഫോണിൽ വരുന്ന പോലെ തന്നെ ലാസ്റ്റിലെ 2 ക്യാമറകൾ വരുന്നത് 2 മെഗാപിക്സൽ വീതമുള്ള ക്യാമറകളാണ്. അതിൽ ഫസ്റ്റ് ക്യാമറ വരുന്നത് ഒരു ഡെപ്ത് സെൻസ് ചെയ്യാനുള്ള ക്യാമറ ആണ്. ലാസ്റ്റ് ഒരു ക്യാമറ വരുന്നത് മാക്രോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാമറയിൽ ഇത്രയും ഓപ്ഷൻസ് ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത്. പോർട്രേറ്റ് എടുക്കാം, നമുക്ക് നൈറ്റ് മോഡിൻ്റെ ഓപ്ഷൻ കിട്ടുന്നില്ല, അതുപോലെ തന്നെ സ്ലോ മോഷനും കിട്ടുന്നില്ല, പിന്നെ വൈഡ് ആംഗിൾ ഫോട്ടോസും ഇതിൽ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൽ പോർട്രേറ്റിൽ ബൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി ഇതിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ വരുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിലും ഫോട്ടോയിലും സൂം ചെയ്ത് എടുക്കാൻ പറ്റുന്നത് 6x വരെയാണ്. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിനും വീഡിയോസിനും സാമ്പിൾസും നിങ്ങൾക്ക് ഇവിടെ കാണാം.
ഇനി സെൽഫി ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലിൽ ഒരു f2.0 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു HDR ക്യാമറ ആണ്. ഇതിൽ നമുക്ക് പോർട്രേറ്റിൽ ബൊക്കെ എഫക്റ്റുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കാനും സാധിക്കും. ഇതുകൂടാതെ ക്യാമറയിൽ വേറെയും ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പനോരമ വരുന്നുണ്ട്, അതേപോലെ തന്നെ ടൈം ലാപ്സ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് എക്സ്പോർട്ടിനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ 1080ൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ തന്നെയാണ്. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ള കുറച്ച് സാമ്പിൾസ് ഇവിടെ കാണാം. ഇതിൽ പ്ലേ ചെയ്തിട്ടുള്ളൊരു വീഡിയോൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. അപ്പോൾ അത്ര സൗണ്ട് ഉണ്ട് ഇതിൻ്റെ സ്പീക്കറിന് എന്നും അറിയാം. ഇതിൽ സെക്യൂരിറ്റി ലോക്കായിട്ട് വരുന്നത് റിയർ മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ലോക്കുമാണ്. ഇത് നമുക്കിവിടെ കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, കാരണം ഈ ഒരു ഫോൺ ഡെമോ പീസാണ് വരുന്നത്. ഡെമോ പീസിൽ അത് ലോക്കായിട്ടാണ് വരുന്നത്. ഇനി ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വോളിയോ ബട്ടണും അതുപോലെ തന്നെ സിം ട്രേയും വരുന്നത്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു 256 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്രോ മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. പിന്നെ താഴെ ഭാഗത്തായിട്ട് ഒരു സ്പീക്കറും ഒരു മൈക്രോ USB ചാർജിംഗ് പോർട്ടും ഒരു 3.5 mm ഓഡിയോ കണക്ട് ചെയ്യാനുള്ള ഒരു ജാക്കുമാണ് വരുന്നത്. ഇനി ഇതിൽ അവൈലബിൾ ആവുന്ന കളർ ഫാൻറ്റസി വൈറ്റും അതുപോലെ തന്നെ മൈസ്റ്ററി ബ്ലാക്ക്. നമ്മളെ കയ്യിലുള്ള ഈ കളർ ഫാൻറ്റസി വൈറ്റ് എന്ന് പറഞ്ഞ കളറാണ് ഏറ്റവും നല്ല രസമായിട്ട് തോന്നിയൊരു കളർ. അപ്പോൾ ഈ ഒരു പ്രൈസിന് അത്യാവശ്യം തരക്കേടില്ലാത്ത ഫോണാണെന്ന് തന്നെ പറയാം. പിന്നെ ഇതിനൊരു കുറവായിട്ട് തോന്നിയത് ഇതിൻ്റെ ചാർജിങ് തന്നെയാണ്. ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ടൊക്കെ കൊടുക്കായിരുന്നു. ഒരു ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വലിയ കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയാണ് Oppo A31 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് മൊബൈലിലെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഓൾ എന്നും കൂടി ആക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.